നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. 1202 പുതുവർഷ ആശംസകൾ നേരുന്നു. പൂരാട നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. ഒരാൾ ജനിച്ച രാശിക്കൂർ അടിസ്ഥാനപ്പെടുത്തി അയാളുടെ ഫലങ്ങൾ പറയുന്നതാണ് വാർഷിക ഫലം. അപ്പോൾ പൂരാടം ധനുക്കൂറാണ്. അമ്പും വില്ലും ധനുവിനുരുതം. ഒരു യുദ്ധരാശിയിലാണ് പൂരാടം നക്ഷത്രക്കാർ ജനിച്ചിരിക്കുന്നത്. ഒരു യോദ്ധാവിനെ പോലെ എല്ലാം നിലനിർത്താനും എല്ലാ രാജ്യത്തെയും സ്വത്തിനെയും സംരക്ഷിക്കാനും ശത്രുവിനെ വകവരുത്താനും കഴിവുള്ള ഒരു നാളാണ് പൂരാടം. കൂടുതലും പോലീസും പട്ടാളവും വക്കീലും നിയമവകുപ്പും കാര്യങ്ങളും ഉദ്യോഗവും അധികാരവും ഒക്കെ ഉള്ളവരാണ് ഈ നാളുകാർ. സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും നേട്ടങ്ങളൊക്കെ കിട്ടി നല്ല രീതിയിൽ സമൂഹത്തിന് നല്ലത് ചെയ്യാൻ മനസ്സുള്ളവരാണ്. പക്ഷെ ഈ കൊല്ലം നിങ്ങൾക്ക് ഒരുപാട് ഭീഷണികളും കേസുകളും കുരുക്കുകളും ജീവിതത്തിൽ ചെയ്യാത്ത കാര്യത്തിന് കോടതി പോലീസ് കേസുകൾ വധശ്രമങ്ങളൊക്കെ ഉള്ള ഒരു സമയമാണ്. നിങ്ങളും ആരെങ്കിലും കൊന്നെന്ന് കേൾക്കും, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ കൊല്ലാനും ശ്രമിക്കുന്ന ഒരു സമയമാണ്. കാരണം വേടൻ എന്ന് പറയുന്ന ഗ്രഹം എട്ടി സഞ്ചരിക്കുന്ന സമയമാണ് 2026 6-ാം മാസം മുതൽ ഒരു വർഷത്തേക്ക് 2027 6-ാം മാസം 26-ാം തീയതി വരെ സൂക്ഷിക്കും. കാരണം ഏത് ഗ്രഹപ്പിഴ വന്നാലും അതിനെ തടുത്തു നിർത്തി ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാക്കിത്തരുന്ന ഒരു ഗ്രഹമാണ് വേഴൻ. അങ്ങനെ ദക്ഷിണേ അനുകൂലേ പ്രായോ അനുകൂലാക സകലാശദേവ തൽ പ്രതികൂലക സതിജ്ഞ അനുകൂലഹ. വേഴൻ എന്ന് പറയുന്ന ഗ്രഹം അനുകൂലിച്ചെന്ന എല്ലാ ദേവന്മാരുടെയും പ്രീതി, സന്തോഷവും സഹായവും അനുകൂലവും കിട്ടുമെന്നാണ്. അസ്തത് പ്രതികൂലം, അത് പ്രതികൂലമായിട്ട് വന്നാൽ സതിജ്ഞ അനുകൂലം കിട്ടൂല. ദൈവാനുകൂല്യം ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമതകൾ വന്നു. ഒരു ഹോസ്പിറ്റലിൽ പോയാലും വെന്റിലേറ്ററിൽ കിടക്കുക, ഡോക്ടർമാർ വിദഗ്ധ ചികിത്സ തരും. 1 കോടി രൂപയുടെ ഇൻഷുറൻസും ഉണ്ട്, അത് ഏകദേശം തീർന്നു. ഡോക്ടർമാരെന്തിനു പറയും, നിങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്, ബാക്കി ഇനി ഈശ്വരൻ്റെ കയ്യിൽ. ഈശ്വരൻ കൈവിട്ടാൽ പിന്നെ നമുക്കറിയാം എന്താണ് മരണം. അതേപോലെ ഒരു പൂജയോ മന്ത്രാലോ ചെയ്താൽ നിങ്ങൾ അമ്പലത്തിനെയോ പൂജാരിയോ പള്ളിയിലച്ഛനെയോ ഉസ്താദുമാരെ ഒന്നും വിരോധിക്കരുത്. നിങ്ങൾക്ക് നല്ലത് വരുത്താൻ വേണ്ടി മാത്രമാണ് ഈ വർഗങ്ങളിൽ പെടുന്ന ആൾക്കാരെല്ലാം പൂജയും പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടും ഒക്കെ ചെയ്യണത്. പക്ഷെ നിങ്ങൾക്ക് എത്ര ദൈവാനുഗ്രഹം ഉള്ള ഒരാളാണെങ്കിലും ഈ സമയത്ത് ദൈവാനുകൂല്യം കുറഞ്ഞ സമയമായതുകൊണ്ട് നമുക്ക് ദൈവാനുഗ്രഹം ഉള്ള ഒരാളിന് 1 തവണ പ്രാർത്ഥിച്ചാൽ 100 തവണ പ്രാർത്ഥിച്ചതിൻ്റെ പുണ്യം കിട്ടും. ദൈവാനുഗ്രഹം ഇല്ലാത്ത ആളിന് നേരെ തിരിച്ചാണ്. 100 തവണ സ്വന്ന 1 തവണ സ്വന്തമാവില്ല. 100 തവണ പ്രാർത്ഥിച്ചാലേ 1 തവണ പ്രാർത്ഥിച്ചതിൻ്റെ പുണ്യം കിട്ടും. നിങ്ങൾ കോടതിയിൽ പോയാലും വക്കീൽ പറയും എന്താണ്, എൻ്റെ പ്രതി നിരപരാധിയാണ്, അബദ്ധം കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയതാണ്, ബഹുമാനപ്പെട്ട കോടതി എൻ്റെ പ്രതിക്ക് ശിക്ഷ ഇളവ് നൽകി രക്ഷിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കണമെന്ന് പറയും. പക്ഷെ എന്ത് ചെയ്യും, നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കുറ്റവാളിയാണെന്ന് കോടതിക്ക് ബോധ്യം വന്നെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ ശിക്ഷാ നടപടിയിലേക്ക് നയിക്കും. പൈസ ഉണ്ടെങ്കിൽ ED ഇൻകം ടാക്സ് ഒക്കെ അടിച്ചുകൊണ്ട് പോകും, കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ബാങ്കുകാർ അടിച്ചുകൊണ്ട് പോകും, ജപ്തി നടപടി. അപ്പൊ ഈ ഒരു കൊല്ലം വലിയ ഭാരങ്ങളൊന്നും എടുത്ത് മണ്ടേ വയ്ക്കരുത്. ഉള്ള ബിസിനസ്സുകൾ ജോലികൾ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് നടത്തിക്കൊണ്ട് പോവാൻ ശ്രമിക്കും. ഉള്ള കുടുംബ ബന്ധങ്ങൾ തകർത്ത് കളയാതിരിക്കാൻ ശ്രമിക്കും. ഞാൻ പറയണതാണ് ശരിയെന്നും പറഞ്ഞുകൊണ്ട് അക്രമം കാണിച്ച സ്വന്തം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മക്കൾ പോലും കലവിച്ചു പോവുകയും മരിച്ചു കളയുകയും ചെയ്യുന്ന സമയം. അപ്പൊ ഗ്രഹപ്പഴ അതിന് പറയും. 8 നിൽക്കുമ്പോഴും ജാതം വാ വിഫലം വി നഷ്ടവികലോ തത്വോ അതി കഷ്ടോ അഷ്ടമഹ. ജാതം വാ വിഫലം, ഒരു ഫലവും നമുക്ക് കിട്ടൂല. പ്രമോഷൻ കിട്ടൂല, സാലറി കിട്ടൂല, പ്രോഫിറ്റ് കിട്ടൂല, കമ്മീഷൻ കിട്ടൂല, നമ്മൾ പോണ കാര്യങ്ങൾക്ക് വിജയം കിട്ടണില്ല, മാർക്ക് കിട്ടുന്നില്ല, റാങ്ക് കിട്ടുന്നില്ല, ക്ലാസ് കിട്ടുന്നില്ല, അഡ്മിഷൻ കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കുന്ന ഒരു വോട്ടിന് തോറ്റു, ഒരു മാർക്കിന് തോറ്റു, റാങ്ക് ലിസ്റ്റ് കിടന്നാലും ജോലി കിട്ടാൻ തടസ്സം വരും. കിട്ടിയ ജോലി നമ്മൾ കളഞ്ഞിട്ട് വരരുത്. ഇപ്പോൾ ഒരു പോലീസുകാരനായിട്ട് ഒരു ജോലിക്ക് അവസരം കിട്ടി, അവൻ ട്രെയിനിങ് പീരീഡ് അവൻ കളഞ്ഞിട്ട് വഞ്ഞളഞ്ഞാൽ പിന്നെ ജോലി കിട്ടിയിട്ട് കാര്യമുണ്ട്. അതാണ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പല ജോലി കിട്ടിയാലും ജോലിയിൽ നമ്മൾ ചെന്ന് കയറുന്ന പ്രതീക്ഷയോടുകൂടിയാണ്.
വളരെ സന്തോഷവും സമൃദ്ധിയോടും അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള അധികാരികളുടെയും ആൾക്കാരുടെയും ഭാര്യയും ശത്രുക്കളും കുഴപ്പങ്ങളും കൊണ്ട് ജോലിയേ വേണ്ടാന്ന് വിചാരിക്കുന്നത് എത്രയോ പേരുണ്ട്. ജോലി സ്ഥലത്തുള്ള ഭീഷണികളും പാരകളും ശത്രുതകളും കൊണ്ട് പലവരും മാനസികമായിട്ട് തകർന്നു പോകുന്ന ആൾക്കാർ ധാരാളം. എത്ര എത്ര നല്ല രീതിയിൽ വർക്ക് ചെയ്താലും അവർ ചെയ്ത വർക്കിന്റെ ഗുണത്തെക്കുറിച്ച് സംസാരിക്കൂല. വീണ്ടും അവരെ കൊണ്ട് പല ജോലികളും ചെയ്ത് ഊപ്പാട് വരുത്താൻ ശ്രമിക്കുകയാണ് മാനേജ്മെന്റുകളും ഉദ്യോഗസ്ഥന്മാരും നമ്മളെക്കാളും മുകളിലിരിക്കുന്ന അധികാരികളും ചെയ്യാൻ. കാരണം അവർക്ക് കൂടുതലും പ്രോഫിറ്റും കമ്മീഷനും കാര്യമൊക്കെ കിട്ടും. നമ്മളെ കൊണ്ട് കഴുതേ പോലെ ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഏതൊരു കമ്പനിയുടെയും താല്പര്യം. അപ്പൊ അങ്ങനെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരും. രോഗം ചെറിയ ചെറിയ അസുഖം വന്നാലും പെട്ടെന്ന് മാറും. നട്ടല് വേദന, മുട്ടുവേദന, നെഞ്ചുവേദന, ഇങ്ങനെയാണ് ഈ അജ്ഞാത രോഗം എന്നാണ് വേദത്തിന് പറയുന്നത്. അജ്ഞാത രോഗം വെച്ചാൽ സ്കാൻ ചെയ്ത് നോക്കിയാൽ പോലും അസുഖമില്ലെന്ന് പറയും. എന്നാൽ നമ്മൾ രോഗിയെ പോലെയുള്ള അസ്വസ്ഥതകളുണ്ട്. അതിന് മരുന്നും വേണം, മന്ത്രവും വേണം. സർജറി ചെയ്താലും നമുക്ക് വലിയ ഗുണം കിട്ടാത്ത അവസ്ഥകളുള്ള സമയമാണ്. അതുകൊണ്ട് വെളുക്കാൻ തേച്ചത് പാണ്ടാവും. അതുകൊണ്ട് വലിയ രോഗമൊന്നും ഇല്ലെങ്കിൽ മുണ്ടാതെ ഗുളിയും മരുന്നും മയക്കി കഴിച്ച് നടക്കുന്നതാണ് നല്ലത്. നമുക്ക് ചെറിയ അസുഖത്തിനും വലിയ ട്രീറ്റ്മെന്റ് ചെയ്ത് പല ആൾക്കാർക്കും ജീവൻ വരെ നശിച്ചു പോയിട്ടുള്ളത് ഈ വേഴൻ വെട്ടി സഞ്ചരിക്കുന്ന സമയം. വേഴൻ സന്താനകാരകനാണ്. ബുദ്ധിയും പുത്രരും സ്നേഹരേഖം അർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രത്വം നയവും വസയും ഗുരുവനാണ്. അപ്പൊ ബുദ്ധി നമ്മൾ ആലോചിക്കാതെ പല കാര്യങ്ങളും ചെയ്ത് പ്രശ്നങ്ങളിൽ പെട്ടു. പുത്ര സന്താനങ്ങളുമായിട്ട് വഴക്കു കൊടുക്കും. പിള്ളേരുടെ വിദ്യാവിഭാഗം അവര് പറഞ്ഞാൽ മക്കൾ കേൾക്കൂല, മക്കൾ പറഞ്ഞാൽ അച്ഛനമ്മമാര് കേൾക്കൂല. പിള്ളേരെ കലവിച്ചും മരിച്ചും ഒക്കെ പോണ സമയം. സ്നേഹം എല്ലാവരോടും നമുക്ക് സ്നേഹം പോയി വിരോധം വരും. അർത്ഥം പൈസ 1,00,000 രൂപ ഡെയിലി കിട്ടിയാൽ എത്ര പൈസ കിട്ടിയാലും ഇതിങ്ങനെ ചിലവായിക്കൊണ്ടിരിക്കും. വീണ്ടും വീണ്ടും നമ്മുടെ പരിപാടികൾ നിലനിർത്താൻ വേണ്ടി സർവ്വ ബാങ്കിൽ നിന്നും സർവ്വ സുഹൃത്തുക്കളിലും പാർട്ടിയിൽ നിന്നും പൈസകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കും. അവസാനം നമ്മളൊരു തൊഴിലാളിയായി പോകും. കൂടെ തന്നെ തൊഴിലാളി മുതലാളിയായി പോകും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരും. നമ്മൾ മുതലാളിയാവണ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് കിട്ടാനുള്ള പ്രോഫിറ്റ്, കമ്മീഷൻ, സാലറി, മെച്ചമൊന്നും കിട്ടാതെ പോകുമ്പോഴാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ നമുക്ക് ജീവിതമേ ഞാൻ വിഷമിച്ചാണ് പോണത്. എൻ്റെ ജീവിതം പോയി, ജോലി പോയി, പൈസ പോയി, കുടുംബം പോയി, ബന്ധം പോയി, ഭാര്യ പോയി, ഭർത്താവ് പോയി, മക്കൾ പോയി എന്നുകൊണ്ട് ടെൻഷൻ അടിക്കും. ഇവരുടെയൊക്കെ സ്നേഹം കാണിച്ച് നമ്മൾ ഗണപതി പൂജ, ഭഗവതി പൂജ, സന്താനങ്ങളുടെ പ്രീതിക്ക് സന്താന ഗോപാല മൂർത്തി പൂജ, ദാമ്പത്യ പരാജയം വരാതിരിക്കുക, ദീർഘ മാംഗല്യ പൂജ ചെയ്ത ഭാര്യ ഭർത്തൃ കുടുംബ സൗഖ്യം കിട്ടും. സുമംഗലി പൂജ, സുമംഗലി എന്ന് വെച്ചാൽ ഭർത്താവ് ജീവനോടെ ഇരിക്കുന്ന പെണ്ണുങ്ങളെയാണ് സുമംഗലി എന്ന് പറയുന്നത്. വൈദവ്യ ദോഷമൊക്കെ ഭർത്താവ് മരിച്ചളെ, ഭാര്യ മരിച്ചളെയൊക്കെ ചെയ്യുന്ന സമയമാണ്. കൊണ്ട് എല്ലാവരോടും സ്നേഹമായിട്ട് നമ്മൾ ഇടപെടും. കാരണം വിത്തക്ഷയം, പ്രവാസം, രോഗം, ജനേന്ദ്രി, മരണഭീതി, നഷ്ടം, നാടുവിട്ടുമൊക്കെ രോഗങ്ങൾ, മരണഭയമൊക്കെ ഉണ്ട്. വണ്ടിയൊക്കെ ഓട്ടിക്കണം, സൂക്ഷിക്കണം. സാമ്പത്തിക ഇടപാട് സൂക്ഷിക്കണം. പേര് ദോഷങ്ങൾ, അപവാദങ്ങളൊക്കെ വരും. എന്തൊരോ ആളുകൾ പറഞ്ഞിട്ട് നമ്മൾ ഒരു ചെവി കൂടെ കെട്ടും, അത് ചെവി കൂടെ കളയണം. അങ്ങനെ നമ്മൾ സൂക്ഷിക്കണം. എന്നാലും ഭയങ്കര ദോഷം പിടിച്ച ഒരു സമയമാണ്. ഒരു എറുമ്പിന്റെ കഥ പോലെയാണെന്നാണ് പറഞ്ഞത്. എറുമ്പിന്റെ കഥ എന്തെന്ന് നിങ്ങൾ വിചാരിച്ചു? എറുമ്പിന്റെ കഥ എന്നറിയാം. എറുമ്പിന്റെ കഥ എന്നാണ്, എറുമ്പ് റോട്ടയിൽ പോയപ്പോൾ ഒരു പാറ്റയെ കെട്ടി. എറുമ്പ് പിടിച്ച് വലിച്ചൊക്കെ നോക്കിയപ്പോൾ പറ്റണില്ല. എറുമ്പ് നേരെ വീട്ടിൽ വന്ന് എല്ലാ നാട്ടുകാരെയും കൂട്ടുകാരെയും ബന്ധുക്കളെയും വിളിച്ചുകൊണ്ട് പോയി. ആയിരക്കണക്കിന് എറുമ്പുകൾ പോയി അതിനെ പൊക്കി കൊണ്ടുപോയി. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും എറുമ്പ് ഇതിനെ കൊണ്ടുവന്ന് അതിനെ ഒരു കൂട്ടിൻ്റെ ഒരു അറ്റത്ത് വെച്ചിരിക്കും, തിന്നുമില്ല. അപ്പൊ ചെറിയൊരു മഴ വരുമ്പോൾ എടുത്തുകൊണ്ട് അതേപോലെ നമ്മൾ അധ്വാനിച്ച് ഒരാളുകളെ കൊണ്ട് അധ്വാനിപ്പിച്ച് കൂടുതൽ കമ്പനികളും പ്രോഫിറ്റുകളും ഉണ്ടാക്കി നല്ല രീതിയിൽ വിജയിച്ച് നിൽക്കുന്ന ഒരാളിനെ പെട്ടെന്ന് വന്ന് എല്ലാം തകർത്തുകൊണ്ട് പോകുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന രീതികളാണ് ഈ ദോഷത്തിനുള്ളത്. അപ്പൊ അതുകൊണ്ട് തടസ്സങ്ങളും ദോഷങ്ങളും മാറിക്കിട്ടുന്നതിന് വേണ്ടി പരിഹാരങ്ങളും പൂജകളൊക്കെ ചെയ്ത് തടസ്സങ്ങളും ദോഷങ്ങളും മാറ്റിക്കൊണ്ട് പ്രവർത്തിച്ച നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും പുരോഗതികളും തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ നമുക്കേ പറ്റൂ. അതുകൊണ്ട് ഈ പരിഹാരങ്ങളും പൂജകളൊക്കെ ചെയ്യണം. പിന്നെ നമ്മളെ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തില് നമുക്ക് നല്ല ദശാകാലങ്ങളാണെങ്കിൽ കുറേയൊക്കെ ദോഷങ്ങൾ മാറി ജീവിതത്തിൽ നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും. ജാതകമാണ് അടിസ്ഥാനം. ജാതകത്തിൽ നല്ല യോഗങ്ങളും ഭാഗ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പങ്ങൾ നമുക്ക് ബാധിക്കും.
ജാതകത്തിലും വേഴ എട്ടിലാണ് നിൽക്കണമെങ്കിൽ അവർക്ക് ഈ ജീവിതകാലം ഈ ഒരു വർഷം ഭയങ്കര കഷ്ടനഷ്ടങ്ങളും വിഷമതകളും ഉള്ളതാണ്. അതുകൊണ്ട് വേഴം പ്രസാദിക്കാൻ വിഷ്ണു സഹസ്രനാമാർച്ചന, സുദർശന പൂജ, നരസിംഹമൂർത്തി പൂജ, നവഗ്രഹ പൂജ, കാലഭൈരവ സ്വാമിക്ക് അമാവാസി പൂജ, കാലഭൈരവ പൂജ, ഇതൊക്കെ ചെയ്യും. പഠിക്കണ മക്കളാണെങ്കിൽ സരസ്വതി പൂജയും നവഗ്രഹ പൂജയും കൂടെ ചെയ്തു വേണം. അപ്പോൾ അങ്ങനെ തടസ്സങ്ങളും ദോഷങ്ങളും ഒക്കെ മാറ്റും. വിവാഹം, കുടുംബം, ദാമ്പത്യത്തിനാണ് ദീർഘമാംഗല്യ പൂജ, ദീർഘസുമംഗലി പൂജയൊക്കെ ചെയ്യും. നമ്മൾ ആർക്കും ജാമ്യം പൈസ വാങ്ങിച്ചു കൊടുക്കാനും ലോട്ടറി എടുക്കാനും ഷെയർ മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ്, ഇങ്ങനെ പൈസ പെട്ടെന്ന് നമുക്ക് വർദ്ധിപ്പിക്കുന്ന ഏജൻസി, പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ, ഗെയിമുകൾ, സൈബർ തട്ടിപ്പുകൾ ഇതൊന്നും ചെന്ന് ചാടാതിരിക്കാൻ നമ്മൾ വളരെയധികം സൂക്ഷിക്കും. നമ്മളെ രക്ഷിക്കാൻ നമുക്കേ പറ്റും. ഇത് കേട്ടപ്പോൾ ഭയങ്കര ദോഷമാണ്. 2027 6-ാം മാസം കഴിഞ്ഞാൽ പിന്നെ 3 വർഷം നമുക്ക് വേറെ 9-ലും 10-ലും 11-ലും നിൽക്കുന്ന ഘട്ടം. അവിടെ നമുക്ക് വളരെ പരാജയങ്ങളല്ല, വളരെ വിജയങ്ങൾ നേടി രക്ഷപ്പെടാൻ നമുക്ക് പറ്റുന്ന ഘട്ടമാണ്. അപ്പോൾ ജാതകം പരിശോധിക്കുന്നതിന് ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഫീസ് ഇതൊക്കെ അയച്ചു തരണം. ഫീസ് ചോദിക്കുമ്പോഴാണ് എല്ലാവർക്കും വിഷമം തോന്നുന്നത്. ഫീസ് അയച്ചു തരണം. ഇത് കാലഭൈരവസ്വാമി ക്ഷേത്രത്തിലെ വഴിപാടുകളോ പൂജകളോ നടത്താൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കണം. വന്ന് തൊഴുവാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തൊഴുവണം. നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും ഏത് പ്രവൃത്തി ചെയ്താലും ഈ സമയത്ത് ഭയങ്കര ഭക്തിയോടുകൂടി ഒരു ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും ഭഗവാനെ പ്രാർത്ഥിക്കാൻ വേണ്ടി, നാമം ജപിക്കാൻ വേണ്ടി, അമ്പലത്തിൽ പോവാൻ വേണ്ടി ശ്രമിക്കും. കാരണം ഈശ്വരൻ എന്നുള്ളൊരു വലിയ ശക്തിയാണ്. അത് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദുഷ്ടദോഷത്തെയും മാറ്റി രക്ഷിക്കാൻ നമുക്ക് പറ്റും. നമ്മളെ രക്ഷിക്കാൻ നമുക്കല്ലാതെ വേറൊരു മനുഷ്യർക്കും പറ്റില്ല. അത് നിങ്ങൾ കൊല്ലാതെ സന്തോഷകരമായിട്ട് ജീവിത നേട്ടങ്ങൾ ഉള്ളത് നിലനിർത്തി കൂടുതൽ കടങ്ങളും ബാധ്യതകളും വരാതെ ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. കാലഭൈരവസ്വാമിയുടെയും ശ്രീ പത്മനാഭസ്വാമിയുടെയും അനുഗ്രഹങ്ങളും സഹായങ്ങളും കടാക്ഷങ്ങളും എന്നും നിങ്ങൾക്കും കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.